5:42 ഞങ്ങളെല്ലാവരും കൂടി ടിക്കറ്റ് കല്ല് പോയി അല്ലേ. ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്തൊരു ട്രിപ്പായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ മൊബൈൽ പോലും നമ്മൾ ചാർജ് കുത്തി വെച്ചിട്ടില്ല. കണ്ടില്ലേ, നമ്മുടെ റാശി അടക്കം ഉടുത്ത മുണ്ടിലാണ് ഇറങ്ങി വരുന്നത് ട്രിപ്പിന്. നമ്മൾ മല കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടി. നമ്മുടെ ബിദുൻ്റെ ബൈക്കിൻ്റെ സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് ഒരു ഹമ്പ് ചാടിപ്പോൾ തെറിച്ചു പോയി. അപ്പോൾ അവരത് തപ്പിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. കണ്ടില്ലേ, കാരണവന്മാർ ഇരിക്കുന്ന പോലെ നമ്മുടെ റാശി ഇരിക്കണം. ഉറക്കപ്പിച്ചെന്നാണ് ഒന്നാമത്തെ അവനെ കൂട്ടിയിട്ട് വന്നത്, പോരാമത്തേന് നോമ്പ്. ഈ ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല. കാരണം ഈ ട്രിപ്പിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ഈ സ്പ്ലെൻഡറാണ്. ഏകദേശം 25 കൊല്ലം പഴക്കമുള്ള ഈ സ്പ്ലെൻഡർ നമ്മുടെ മിഥുൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്. പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടിയാണത്. ഈ വണ്ടി കാണുമ്പോൾ നിസാരനാണെങ്കിലും ചെക്കൻ ഡ്രാഗനാ, തീതുപ്പും. നമ്മൾ ഒറ്റ സ്ട്രെച്ചിലാണ് വണ്ടി എത്ര നേരം ഓട്ടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വഴിയരികത്ത് കണ്ട ചെറിയൊരു വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങി മുഖവും കൈയും കാലൊക്കെ കഴുകി ഫ്രഷായി ഒന്നാമത്തെ ഉറക്കപ്പിച്ച്. ഇത്രയും വിശാല മനസ്കനാണ് റാശിയെന്ന് അന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അവൻ നിൽക്കുന്ന അവിടെ ഒരു മീൻ മാത്രം വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് ഈ മീൻ മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് ട്രോമയിലായിട്ടുണ്ടാവും. അവൻ്റെ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് റാശി. ഗായ്സ്, അപ്പോൾ നമ്മൾ എന്താ പറയുക, മലൻ്റെ ഏറ്റവും ടോപ്പ്, അവിടെയാണ് ടോപ്പ്. കയറാനുള്ളൊരു വഴി കാണുന്നില്ല എനിക്ക്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എവിടെ എത്തിയെന്നറിയോ? ഈ ഒരു കല്ലിൻ്റെ ബലത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്ന് തെറ്റിയാൽ താഴോട്ട് അങ്ങോട്ട് പോകും. ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആട്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. പിന്നെ ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ട്, അവർ കയറി വരുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആവേശപ്പുറത്ത് വലിഞ്ഞ് കയറി തിരിച്ചിറങ്ങാൻ വഴി ഏതാണെന്ന് അറിയാത്ത ഒരൊറ്റ കാരണം കൊണ്ട് നേരെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് അവർ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഈ സത്യം. സ്പൈഡർമാൻ അറിയില്ലടാ, ഞാനിതിന്റെ ഒക്കത്തേക്ക് എത്തിയത്. അവരുടെ മുമ്പിൽ നല്ല ഷോ ആയിരുന്നു. അത്യാവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ, പെട്ടിരിക്കും. ഒരു നടന്നു പോകുന്നു, ഇത് നോക്ക്, കടന്നു പോണു അത്ര അവിടുത്തെ മണ്ണൊക്കെ ഗവേഷണം ചെയ്ത് അതോ അവരവിടെ എത്തി, എവിടെയോ എത്തി. ക്യാമറയിൽ പോലും കാണുന്നില്ല അവരെ. ഗൈസ്, നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഥുനാണ്. മിഥുൻ പിച്ച മുട്ട്. ശരിക്കും ട്രിപ്പൊക്കെ ഒന്ന് മൂടായത് ഉച്ചയ്ക്ക് ശേഷമാണ്. പക്ഷെ വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല, അതാണ് സത്യം. നല്ല പണികളായിരുന്നു കിട്ടിയത് മൊത്തം. അപ്പോൾ നമ്മുടെ സ്പ്ലെൻഡറിന്റെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വന്നു. ടാങ്ക് ചെറുതായിട്ടൊന്ന് ലീക്കായി. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ചേർത്തലയിൽ വണ്ടി എങ്ങനെയൊക്കെ എത്തിച്ചു. ഇപ്പോൾ നമ്മൾ അമലിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. വണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങളത് ഇപ്പോൾ നേരെ അമലിന്റെ വീടാണ് ഈ കാണുന്നത്. അമലിന്റെ അമ്മനെ കുറിച്ച് പറയാതിരുന്ന തീരാ നഷ്ടം. കാരണം ഞങ്ങൾ തലേനാൾ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ രാവിലെ നേരത്തെ എണിച്ച് ഫുഡെല്ലാം ഉണ്ടാക്കി. പക്ഷേ യാത്രാക്ഷീണം കൊണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിന്റെ വിശേഷം. ഓക്കെ, ബൈ.